നിങ്ങളൊരു സിനിമയുടെ തിരക്കഥ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നു, കുട്ടിയായിരുന്നപ്പോൾ ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥ സിനിമ കാണുന്നതിന് മുൻപ് വായിച്ചത്. അന്ന് മമ്മൂട്ടിയുടെ ചന്തുവിനേക്കാൾ എന്റെ മനസ്സിൽ പതിഞ്ഞത് എം.ടിയുടെ വാക്കുകളിലെ ചന്തുവാണ്. അതൊരു നോവൽ വായിക്കുന്ന അതേ അനുഭവമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ? അതോ ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ നോക്കുന്നത് പോലെ ഒരുതരം സാങ്കേതിക വിവരങ്ങൾ മാത്രമുള്ള രേഖയാണോ അത്? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം. തിരക്കഥ എന്നത് സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഒരു സാഹിത്യരൂപമാണോ? അതോ സിനിമ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു രൂപരേഖ, ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണോ? നമ്മുടെ മുന്നിലുള്ള ഈ രേഖകളെല്ലാം ഈ ഒരു സംവാദത്തിന്റെ പല കോണുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും ഇതൊരു വെറും ശൈലീപരമായ ഒരു തർക്കമല്ല, ഒരു തിരക്കഥയുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള, അതിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണിത്. തിരക്കഥാകൃത്ത് ശരിക്കും ഒരു സാഹിത്യകാരനാണോ, അതോ സിനിമയെന്ന വലിയൊരു മെഷീനിലെ ഒരു ടെക്നീഷ്യൻ മാത്രമാണോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹോളിവുഡ് ഇതിനെങ്ങനെ കാണുന്നു? ഇംഗ്മർ ബെർഗ്മാനെ പോലുള്ള ഇതിഹാസങ്ങൾ എന്തു പറഞ്ഞു? പിന്നെ നമ്മുടെ മലയാള സിനിമ ഇതിനെങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതെ, അപ്പോൾ നമുക്ക് ആ അടിസ്ഥാനപരമായ തർക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വശത്ത് തിരക്കഥയൊരു പൂർണ്ണമായ കലാസൃഷ്ടിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സിനിമയായില്ലെങ്കിൽ ആ എഴുത്തിന് പിന്നെ വിലയില്ലെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് അങ്ങനെ ഒരു വാദമുണ്ട്. സ്റ്റീവൻ മാരസ് പോലുള്ള ചിന്തകർ തിരക്കഥയെ വിശേഷിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി അപൂർണമെന്നാണ്, എസെൻഷ്യലി ഇൻകംപ്ലീറ്റ് എന്ന്. എസെൻഷ്യലി ഇൻകംപ്ലീറ്റ്. അതെ, അവരുടെ വാദമനുസരിച്ച് ഒരു തിരക്കഥയുടെ അന്തിമ ലക്ഷ്യം സിനിമയാവുക എന്നതാണ്. നടന്റെ അഭിനയം, സംവിധായകന്റെ കാഴ്ചപ്പാട്, സംഗീതം, എഡിറ്റിംഗ് ഇതെല്ലാം ചേരുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ. പക്ഷേ ഇതിനൊരു മറുവാദമുണ്ടല്ലോ. തീർച്ചയായും. മറുവാദം പറയുന്നത് നേരെ തിരിച്ചാണ്. ഒരു സിനിമ എടുത്തില്ലെങ്കിലും ഒരു തിരക്കഥയ്ക്ക് അതിൻ്റേതായ നിലനിൽപ്പുണ്ട്. അതിനൊരു ഓൺടോളജിക്കൽ ഓട്ടോണമി ഉണ്ട് എന്ന് പറയും. ഓൺടോളജിക്കൽ ഓട്ടോണമി, അതായത് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കാനുള്ള കഴിവ്. അതെ, അതിലെ ഭാഷ, ആഖ്യാനശൈലി, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കിടയിലെ നിശബ്ദതകൾ ഇതെല്ലാം വായനക്കാരന്റെ മനസ്സിൽ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഘടകങ്ങളാണ്. ഒരു സിനിമ കാണുന്നതിലും വ്യത്യസ്തമായ ഒരു അനുഭവം ചിലപ്പോൾ വായന നൽകിയേക്കാം. ശരിയാണ്. ഇനി നമുക്ക് ഹോളിവുഡിലേക്ക് വരാം. അവിടെ ഇതിനൊരു കൃത്യമായ ഫോർമാറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എഴുത്തുകാർക്ക് അത്ര സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നത് ശരിയാണോ? ഒരു പരിധിവരെ അത് ശരിയാണ്. ഹോളിവുഡിൽ വിൽക്കാൻ വേണ്ടി എഴുതുന്ന തിരക്കഥകളെ സ്പെക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്പെക് സ്ക്രിപ്റ്റ് എന്ന് പറയും. സ്പെക് സ്ക്രിപ്റ്റ്? അതെ. ഇതിൽ സാധാരണയായി ക്യാമറ ആംഗിളുകളോ കട്ട് ടു, ഫെയ്ഡ് ഔട്ട് പോലുള്ള സാങ്കേതിക നിർദ്ദേശങ്ങളോ എഴുതാൻ പാടില്ല. അതൊരു അലിഖിത നിയമം പോലെയാണ്. അത് സംവിധായകന്റെ അധികാരപരിധിയിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ പിന്നെ ദൃശ്യങ്ങൾ എങ്ങനെ വിവരിക്കും, ക്യാമറയുടെ സഹായമില്ലാതെ? അവിടെയാണ് എഴുത്തുകാരന്റെ സാഹിത്യപരമായ കഴിവ് പരീക്ഷിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, ക്യാമറ അവന്റെ കണ്ണുകളിലേക്ക് സൂം ചെയ്യുന്നു എന്നെഴുതുന്നതിന് പകരം അവന്റെ കണ്ണുകളിൽ അതുവരെ കാണാത്തൊരു ഭയം ഇരച്ചുകയറി എന്നെഴുതണം. അത് വായനക്കാരനിൽ കൂടുതൽ വൈകാരികമായ ഒരു അനുഭവം ഉണ്ടാക്കും. തീർച്ചയായും. എന്നാൽ ക്വെന്റിൻ ടാരന്റിനോയെ പോലുള്ള എഴുത്തുകാർ, സംവിധായകർ ഇതൊന്നും പാലിക്കാറില്ല. കാരണം അവരെഴുതുന്നത് അവർക്ക് തന്നെ സംവിധാനം ചെയ്യാനാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിലുള്ളത് അതേപോലെ എഴുതാം. അതെ, ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു വൈരുദ്ധ്യം വരുന്നത്. ലോക സിനിമയിലെ ഇതിഹാസമായ ഇംഗ്മർ ബെർഗ്മാൻ പറഞ്ഞത് സിനിമയ്ക്ക് സാഹിത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണല്ലോ. അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിരോധാഭാസമാണ്. സിനിമ വികാരങ്ങളെ നേരിട്ട് സ്പർശിക്കുന്നു, സാഹിത്യം ബുദ്ധിയെയാണ് ആശ്രയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ബർഗ്മാന്റെ വൈൽഡ് സ്ട്രോബെറീസ് പോലുള്ള തിരക്കഥകൾ വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് അതിമനോഹരമായ ഒരു സാഹിത്യാനുഭവമാണ്. കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾ അദ്ദേഹം വാക്കുകളിലൂടെ വരച്ചിടുന്നത് കണ്ടാൽ ആരും അതിനെ സാഹിത്യമെന്ന് വിളിച്ചുപോകും. അപ്പോൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തമല്ല, അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ് സംസാരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഇതിന് നേരെ വിപരീതമായിരുന്നില്ലേ സത്യജിത് റായുടെ സമീപനം? തീർച്ചയായും. റായ് ഒരു മികച്ച സാഹിത്യകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം തിരക്കഥാരചനയെ തന്റെ സാഹിത്യജീവിതത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് കണ്ടത്.
റായിയുടെ നായക്, കാഞ്ചൻജംഗ തുടങ്ങിയ തിരക്കഥകൾ വായിച്ചാൽ സിനിമ നമ്മുടെ ഭാവനയിൽ തെളിഞ്ഞുവരും. അത്രയ്ക്ക് ദൃശ്യപരമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത്. അപ്പോൾ ലോക സിനിമയിലെ ഈ രണ്ട് ധ്രുവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് മലയാളത്തിലേക്ക് വരാം. ഇവിടെ തിരക്കഥകൾ പുസ്തകങ്ങളായി വിൽക്കപ്പെടുന്നു. ആളുകൾ അത് നോവൽ പോലെ വായിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ തിരക്കഥയ്ക്ക് ഇത്രയധികം സാഹിത്യമൂല്യം ലഭിച്ചത്? അതിന് പ്രധാന കാരണം നമ്മുടെ ശക്തമായ സാഹിത്യ പാരമ്പര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എം.ടി. വാസുദേവൻ നായരുടെ വരവോടെ മലയാള തിരക്കഥയ്ക്കൊരു പുതിയ മുഖം ലഭിച്ചു. അതിനു മുൻപ് സംഭാഷണങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. ഒരു നാടകത്തിന്റെ രീതിയായിരുന്നു സിനിമയ്ക്ക്. എന്നാൽ എം.ടി. സംഭാഷണങ്ങൾക്കപ്പുറം ദൃശ്യങ്ങളിലൂടെയും നിശ്ശബ്ദതയിലൂടെയും കഥ പറയാമെന്ന് തെളിയിച്ചു. നിശ്ശബ്ദതയിലൂടെയോ? അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ നിശ്ശബ്ദതയ്ക്ക് പോലും വലിയ അർത്ഥതലങ്ങളുണ്ട്. രണ്ട് സംഭാഷണങ്ങൾക്കിടയിലുള്ള വിടവുകൾ പോലും ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെ വായനക്കാരനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ രംഗവും ഒരു പെൻസിൽ കൊണ്ട് വരച്ച ചിത്രം പോലെ കൃത്യമായിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലിയെന്ന് ഈ രേഖകളിൽ പറയുന്നു. ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥ 30 തവണ മാറ്റിയെഴുതിയെന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ സമർപ്പണം നമുക്ക് മനസ്സിലാക്കാം. അതാണ് ആ എഴുത്തിന്റെ ശക്തി. എം.ടി. മലയാള തിരക്കഥയ്ക്കൊരു ക്ലാസിക്കൽ പദവി തന്നെ നൽകി. എം.ടിക്ക് ശേഷം പത്മരാജനും ലോഹിതദാസുമൊക്കെ ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. പത്മരാജന്റെ തിരക്കഥകൾ വായിക്കുമ്പോൾ ഒരു നോവലിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായി തോന്നും. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ പോലും ഒരു കാവ്യാത്മകതയുണ്ട്. തൂവാനത്തുമ്പികളിലെ ആ വർണ്ണനകളൊക്കെ ഓർത്തുനോക്കൂ. ശരിയാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ ആ ഡയലോഗ് പോലും. അതെ. അതേസമയം ലോഹിതദാസിന്റെ ശക്തി കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള മാനസിക സംഘർഷങ്ങളായിരുന്നു. തനിയാവർത്തനം, കിരീടം, ഭരതം, ഇതിലെ നായകന്മാരുടെ വേദന വാക്കുകളിലൂടെ പ്രേക്ഷകരിലേക്കെത്തിക്കുന്നതിൽ അദ്ദേഹം ഒരു മാന്ത്രികനായിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വായിച്ചാൽ അത് കേവലം സംഭാഷണമല്ല, കഥാപാത്രങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളികളാണെന്ന് നമുക്ക് തോന്നും. ഈ പാരമ്പര്യം ഇന്ന് പുതിയ തലമുറയിലെ ശ്യാം പുഷ്കരനെ പോലുള്ളവരിലേക്ക് എത്തുമ്പോൾ എന്തു മാറ്റമാണ് കാണുന്നത്? ലൊക്കേഷൻ കണ്ടതിനു ശേഷം മാത്രം എഴുതുന്ന അദ്ദേഹത്തിന്റെ രീതി തന്നെ വളരെ വ്യത്യസ്തമാണല്ലോ. ശരിയാണ്. ശ്യാം പുഷ്കരൻ കഥാപരിസരത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. മഹേഷിന്റെ പ്രതികാരം ഇടുക്കിയിലല്ലാതെ മറ്റൊരിടത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ലൊക്കേഷനിലെത്തി അവിടുത്തെ മനുഷ്യരുമായി സംസാരിച്ച് അവരുടെ സംഭാഷണ രീതികൾ മനസ്സിലാക്കിയാണ് അദ്ദേഹം എഴുതുന്നത്. ഇത് തിരക്കഥയെ കേവലം മേശപ്പുറത്തിരുന്ന് എഴുതുന്ന ഒന്നല്ലാതാക്കി മാറ്റുന്നുണ്ട്. ഈ ചർച്ചയില് വളരെ കൗതുകകരമായി തോന്നിയ ഒരു വാക്കാണ് അൺഫിൽമബിൾസ് എന്നത്. ചിത്രീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെന്ന് അർത്ഥം വരുന്ന ഈ വാക്ക് എങ്ങനെയാണ് ഒരു തിരക്കഥയുടെ ഭാഗമാകുന്നത്? അതൊരു തടസ്സമല്ലേ? അല്ല, നേരെ തിരിച്ചാണ്. ഇതൊരു വിരോധാഭാസം പോലെ തോന്നാം. പക്ഷേ എഴുതാൻ പറ്റുന്നതും എന്നാൽ നേരിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുമായ ഈ കാര്യങ്ങളാണ് സിനിമയ്ക്ക് ആഴം നൽകുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? ഉദാഹരണത്തിന്, അവന്റെ ഉള്ളിൽ വർഷങ്ങളായി അടക്കിവെച്ച സങ്കടം അണപൊട്ടി എന്ന് തിരക്കഥയിൽ എഴുതുന്നു. ഇതെങ്ങനെ ക്യാമറയിൽ കാണിക്കും? ശരിയാണ്, അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണത് എഴുതുന്നത്? അവിടെയാണ് അതിന്റെ ഭംഗി. ഈ ഒരു വാചകം വായിക്കുമ്പോൾ അത് അഭിനയിക്കുന്ന നടന് ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സംവിധായകന് ഒരുപക്ഷേ ഒരു മഴയുടെയോ പൊട്ടിയ ചില്ലുപാത്രത്തിന്റെയോ ദൃശ്യം കൊണ്ട് അത് പരോക്ഷമായി കാണിക്കാൻ ഒരു പ്രചോദനം ലഭിക്കുന്നു. അങ്ങനെ വായനക്കാരന്റെ മനസ്സിൽ മാത്രം കണ്ടൊരു ഭാവം സ്ക്രീനിൽ അതിലും ശക്തമായ ഒരു ദൃശ്യാനുഭവമായി മാറുന്നു. കൊള്ളാം. അപ്പോ ഇത്രയും ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? തിരക്കഥ സാഹിത്യമാണോ അതോ ബ്ലൂ പ്രിന്റാണോ? ഉത്തരം, ഒരു മികച്ച തിരക്കഥ ഒരേ സമയം വായനക്കാരനെ ആകർഷിക്കുന്ന ഒരു സാഹിത്യകൃതിയും അതേസമയം സംവിധായകനും അണിയറ പ്രവർത്തകർക്കും വഴികാട്ടുന്ന ഒരു ബ്ലൂ പ്രിന്റുമാകണം എന്നതാണ്. കലയും ശാസ്ത്രവും ഒരുമിക്കുന്ന ഒരിടമാണത്. അതെ. മലയാളത്തിൽ തിരക്കഥകൾ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുന്നതും ആളുകൾ അത് വായിക്കുന്നതും അതിന് സിനിമയ്ക്ക് പുറത്തും ഒരു അസ്തിത്വമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തീർച്ചയായും. പക്ഷേ ഈ കലയും ശാസ്ത്രവും ചേർന്ന സമവാക്യത്തെ നിർമ്മിത ബുദ്ധിയുടെ, അതായത് AI-യുടെ കടന്നുവരവ് എങ്ങനെ ബാധിക്കും? ഘടനാപരമായി ഒരു തിരക്കഥയുണ്ടാക്കാൻ AI-ക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ അതിനൊരു ആത്മാവ് നൽകാൻ മനുഷ്യൻ തന്നെ വേണ്ടിവരും എന്നീ രേഖകൾ പറയുന്നു. അതൊരു വെറും ആശങ്കയാണോ? അതൊരു യഥാർത്ഥ ആശങ്കയാണ്. നോക്കൂ,
ലോകത്തെ വിജയിച്ച ആയിരക്കണക്കിന് തിരക്കഥകളുടെ ഘടന പഠിച്ച് ഒരു വിജയ ഫോർമുല അനുസരിച്ച് പുതിയൊരെണ്ണം എഐക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. 3 ആക്ടുകൾ, കൃത്യമായ ടേണിംഗ് പോയിന്റുകൾ, പ്രവചിക്കാവുന്ന ക്ലൈമാക്സ്, ഇതെല്ലാം എഐക്കുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ മനുഷ്യന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ, അവൻ വളർന്നു വന്ന സംസ്കാരം, അവന്റെ ഭാഷ, ഉള്ളിലെ മുറിവുകൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ ചേർന്നാണ് ഒരു തിരക്കഥയ്ക്ക് ആത്മാവ് നൽകുന്നത്. അതൊരു യന്ത്രത്തിന് പകർത്താൻ കഴിയില്ല. അപ്പോൾ ഒരു സിനിമയുടെ രൂപരേഖ എന്നതിലുപരി അതിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു സ്വതന്ത്ര ലോകമാണ് തിരക്കഥ. ഹോളിവുഡിലെ കർശനമായ കച്ചവട നിയമങ്ങൾ മുതൽ എംടിയുടെ സാഹിത്യപരമായ ആഖ്യാനങ്ങൾ വരെ നമ്മളിന്ന് ചർച്ച ചെയ്തു. സാഹിത്യം, സാങ്കേതികത, കല, കച്ചവടം, ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്ന സങ്കീർണമായൊരിടം. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം തരാം. നിർമ്മിത ബുദ്ധിക്ക് കൃത്യമായ ഘടനയിലുള്ള, ഒരുപക്ഷെ സാമ്പത്തികമായി വിജയിക്കാൻ സാധ്യതയുള്ള തിരക്കഥകൾ എഴുതാൻ കഴിഞ്ഞേക്കാം. അതൊരു ബ്ലൂ പ്രിന്റ് എന്ന നിലയിൽ ഒരുപക്ഷെ കുറ്റമറ്റതായിരിക്കാം. പക്ഷേ എം.ടി. വാസുദേവൻ നായർ 2 സംഭാഷണങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച നിശബ്ദതയുടെ അർത്ഥം, അല്ലെങ്കിൽ ശ്യാം പുഷ്കരൻ ഇടുക്കിയിലൊരു നാടിന്റെ ഭൂമികയിൽ നിന്ന് കണ്ടെത്തുന്ന ആ സ്വാഭാവികത, ഇതൊക്കെ പുനഃസൃഷ്ടിക്കാൻ ഒരു യന്ത്രത്തിന് സാധിക്കുമോ? ഒരു തിരക്കഥയുടെ യഥാർത്ഥ സാഹിത്യമൂല്യം ഒരുപക്ഷെ കണക്കുകളിലും ഘടനയിലുമല്ല, ഈ മാനുഷികമായ, ആർക്കും പകർത്താനാവാത്ത കയ്യൊപ്പിലായിരിക്കാം. സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും തിരക്കഥാരചനയിൽ AI ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ളവർക്കുമായി നമ്മളൊരു വാട്സാപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. 100% സ്വകാര്യതയോടെ ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്.